എല്ലാവരും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് വലിയ മീൻ അച്ചാർ ഇടാൻ പോവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ മീൻ അച്ചാർ ഇടുന്നത്. ഇതെന്ത് മീനമ്മ? ഇത് കുടുത. വാളയല്ലേ? വാളയല്ല, അത് കുടുത. അപ്പൊ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, 2 കിലോ, 1 കിലോ 2 കിലോന്റെ വലിയ മീനാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ തല നമുക്ക് തലക്കറി വെക്കാം. ഞാൻ ആദ്യം തലക്കറി വെക്കാൻ പോണം. തലക്കറി വെക്കാം, പിന്നെ ബാക്കിയുള്ള ഭാഗം നമുക്ക് അച്ചാറിടാം. ഞാൻ ഇത്രയും വലിയ പാല് പ്രതീക്ഷിച്ചില്ല കേട്ടോ മീനെ. വലിയ പാലല്ലേ? അപ്പൊ നമുക്കിത് ക്ലീൻ ചെയ്യാം. ഓക്കെ, കറി വെക്കാനുള്ളതല്ലേ, അപ്പൊ ഇത്തിരി താത്തിയാണ് കേട്ടോ തല കട്ട് ചെയ്യുന്നേ. ഇത്തിരി വലിയ തലയല്ലേ. വറുത്തിട്ട് വേണം അച്ചാറിടാൻ. അപ്പൊ ഇതാദ്യം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കറി വെക്കാം. ഫ്രണ്ട്സ്, അപ്പൊ മീനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചിക്കൻ പീസൊക്കെ അല്ല, ചിക്കൻ പീസ് അല്ലല്ലോ, ബീഫ് പീസൊക്കെ പോലെ ചെറുതായിട്ട് ഇതുപോലെ കണ്ട ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 കിലോനുണ്ട് കേട്ടോ. 2 കിലോ മീൻ കുടുത വാങ്ങിയിട്ട് അതിന്റെ തലയൊക്കെ മാറ്റി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തപ്പോ ഇത് 1 കിലോനാണുള്ളത്. കറക്റ്റ് 1 കിലോ. അപ്പൊ ആദ്യം ഇതിൽ ഉപ്പും മുളകും പെരട്ടി വെക്കാൻ പറ്റൂസേ. ഓക്കെ, 1 കിലോ മീനിലേക്ക് നമുക്ക് 1.5 ടേബിൾ ടീസ്പൂൺ മുളക് പൊടി ഇടാം കേട്ടോ. ടേബിൾ സ്പൂൺ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ ടീസ്പൂൺ ഉപ്പിടാം. ഇത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ ഈ ഉപ്പും മുളകൊക്കെ ഇതിൽ നന്നായി പിടിക്കും കേട്ടോ. ഓക്കെ, മീൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. മുത്തൂസാണ് ചെയ്യുന്നത്. ഒഴിച്ചോ. എണ്ണയാണ് കേട്ടോ ഞങ്ങൾ എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുത്തും വറക്കാം, പക്ഷെ ഞങ്ങൾക്ക് എണ്ണയിൽ അച്ചാർ ഇടുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നാരങ്ങ അച്ചാർ ഇടുന്ന വീഡിയോ നമ്മുടെ മുത്തൂസ് ബട്ടർഫ്ലൈ ചാനലിൽ ഉണ്ടല്ലോ. അടിപൊളി നാരങ്ങ അച്ചാറ്. എണ്ണ നന്നായി ചൂടാവട്ടെ കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ മീനച്ചാർ. എവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ വീട്ടിലൊന്നും നേരെ ഉണ്ടാക്കിയില്ല. നമ്മളെവിടെന്നാ കഴിച്ചേ? വാങ്ങിയിട്ട് കഴിച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ് മീനച്ചാറ്. അതേ പിന്നെ മുത്തൂസിന് മീനച്ചാറ് വേണം എന്ന് പറഞ്ഞ് നടക്കാണ്. ഈ മീനും പിന്നെ ചെമ്മീൻ അച്ചാറ്, അതും പിന്നെ എന്ത് ചാളച്ചാറും ചെമ്മീനച്ചാറ്. നമുക്ക് ഇനി ചെമ്മീൻ വാങ്ങിയ അച്ചാറ് കേട്ടോ. മറ്റേ വലിയ ചെമ്മീൻ അത് ഫുള്ള് ഞാൻ എടുക്കും. മീൻ അച്ചാറിട്ട് കഴിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യണേ. ഏത് അച്ചാറാ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കമന്റ് ചെയ്യണം കേട്ടോ. മീനച്ചാറ്, ചെമ്മീനച്ചാറ്. എനിക്ക് മാങ്ങച്ചാറ് ഇടുന്ന വീഡിയോ നമ്മള് മുത്തൂസ് ബട്ടർഫ്ലൈ ചാനലിൽ ഇട്ടുണ്ടായിരുന്നല്ലേ. ഞങ്ങളുടെ ഫുൾ കുക്കിംഗ് ആ ചാനലിലാണ് കേട്ടോ. അതെ, എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറക്കാനായിട്ട്. നല്ല മണം നല്ല മണം ഉണ്ടാ. ഇപ്പൊ തന്നെ കഴിക്കാൻ പോകുന്നത്. ഇതിട്ട് അപ്പൊ തന്നെ ഇളക്കരുത് കേട്ടാ. ഇത് അപ്പൊ പൊടിഞ്ഞല്ല, ഇതിന്റെ മസാലയൊക്കെ പോവും. ഹാഫ് ഇട്ടില്ലേ നമ്മള്? ഹാഫ് ഇട്ടില്ലേ? ഇട്ടുമേ എടുക്കട്ടെ. ഇത്ര മതി. അത്ര മതി. ഓക്കെ, ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ കഴുകട്ടെ. കറക്കൊക്കെ എടുത്തതൊക്കെ കുഴിക്ക് തട്ടിയിടാത്ത എണ്ണയുള്ളോടത്തേക്ക് ഇളക്കിയിടണ്ടപ്പോ. ഓക്കെ, മൊരിയട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല മണം കേട്ടോ ഫ്രണ്ട്സ്, അല്ലേ? നല്ല മണം. എണ്ണയിൽ വറക്കുമ്പോഴാ മുത്തൂസ ഇത്രയും സ്പെഷ്യൽ സ്മെല്ല്. വെളിച്ചെണ്ണയിൽ വറക്കുമ്പോ ഉണ്ടാവില്ലേ? വെളിച്ചെണ്ണയിൽ വറക്കുമ്പോ ഇത്ര സ്മെല്ല് ഉണ്ടാവില്ല, ഇത്രയും സൂപ്പർ സ്മെല്ല് ഉണ്ടാവില്ല. നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത് കഴിക്കാറുള്ളതല്ലേ മീൻ, പക്ഷെ ഇങ്ങനത്തെ ഒരു സ്മെല്ല് വരില്ലല്ലോ. ഇതൊരു ഭയങ്കര ഒരു സ്മെല്ല്. ആര് വന്ന് മണപ്പിച്ചാലും കൊതിയാറുണ്ട്. എല്ലാപ്പോ അവിടെ നോക്കിക്കണ്ടോ എന്നിട്ടവിടെ പരിപാടി. ഇനി ഇതൊന്ന് ഇളക്കിയിടാം. പയ്യെ ഇളക്കണം. അങ്ങനെയല്ല മുത്തേ, അങ്ങനെ ഇളക്കണ്ട. വേണ്ട മറക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എനിക്കത് കഴിക്കണം. വെക്കവിടെ മുത്തൂസ് ഇപ്പൊ തന്നെ എടുത്ത് കഴിക്കാനാണ് കേട്ടാ. അമ്മയുടെ കട അങ്ങനെ ഇത്തിരി ഇതില് ഇളക്കിയാലൊന്നും കുഴപ്പമില്ല. അത് അങ്ങനെ ഒന്നും അടയില്ല. പായൽ കപ്പൽ ഓടുന്നേ.
മുത്തൂസിന്റെ വായിലെ കപ്പലോടുന്നു ഫ്രണ്ട്സ്. ഇടയ്ക്കൊക്കെ ഒന്ന് സൂചിപ്പിക്കണ്ട. അമ്മ നന്നായി ഇളക്കട്ടെ. കാട്ടെ എല്ലാവടെയും മുത്തൂസ് കവർ ചെയ്തിട്ടില്ല. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഫ്രണ്ട്സ്. ഇത് പാത്രത്തേക്ക് വീഴുമ്പോ ഫസ്റ്റ് പീസ് മുത്തൂനുള്ളതാ. എന്നിട്ട് ഇവിടെ അച്ചാറിടൂ. ചിക്കൻ കറിയുടെ കൊച്ചു കള്ളൻ. ഇത് കാണുമ്പോ തന്നെ ഇങ്ങനെ കഴിക്കാം. വായല് കപ്പലോട് കാണുമ്പോൾ കപ്പലോടുന്നു. ഫ്രണ്ട്സ് നമ്മുടെ ഐറ്റം ആയിട്ടോ. മീൻ ഫ്രൈ ആയേ. ആദ്യത്തെ പീസിന് മുത്തു വെയിറ്റിംഗ് ആണേ. മുത്തുന്റെ അമ്മയും അല്ലേ? അമ്മ വെയിറ്റിംഗ് അല്ല, മുത്തൂസ്. ഞാൻ അച്ചാറായിട്ട് കഴിക്കുന്നുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ക്ഷമില്ല. കോരിയെടുക്കാം. ആയിട്ടുണ്ട്. പ്ലേറ്റ് ഇവിടെ അപ്പോഴേക്കും സെറ്റായി. ഫസ്റ്റ് ട്രിപ്പ് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ, വറവായിട്ട്. നീ അടുത്തത് കേട്ടോ. അപ്പൊ ഇനിത്തും കോരിയിട്ട് കാണാം. ഫസ്റ്റ് ട്രിപ്പ് വാരി എടുത്തിട്ട് എണ്ണ നല്ലവണ്ണം ഒന്നും കൂടി ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതുമായിട്ട് കാണാം. ഫസ്റ്റ് ട്രിപ്പ് വറുത്തതാണ് കേട്ടോ ഇത്. ഇതുപോലെ ഡ്രൈ ആവണം, എന്നാൽ വല്ലാണ്ട് ഫ്രൈ ആയും പോകരുത്. ഇതേ ഇതിന്റെ ഇടയിൽ ഒരു കൈ കാണുന്നുണ്ട് കേട്ടോ. മുത്തൂസ് ഇങ്ങനെ മുത്തൂസ് ഇത് വറവാകുമ്പോഴേക്കും ഫുള്ളും അച്ചാറ് ഇടുമ്പോഴേക്കും ഇതിന്റെ പകുതി തീർക്കുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസിന് ഇങ്ങനെയാ, അങ്ങനെ ഇടയിൽ എടുത്ത് കഴിക്കില്ല. എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ എന്ത് സാധനം റെഡിയാക്കിയാലും അത് ഫുള്ളും ഫിനിഷ് ചെയ്തിട്ടാണ് റിലാക്സ് ചെയ്ത് കഴിക്കുന്നത്. ടി വി കണ്ടില്ലെങ്കിലും അങ്ങനെ റിലാക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ ഇഷ്ടം. മുത്തൂസ് എല്ലാം കഴിയുമ്പോഴേക്കും കഴിച്ച് ഒരു പരുവോ. അന്നേരം മുത്തൂസിന് വേണ്ട. ഫ്രണ്ട്സ്, നിങ്ങൾ എങ്ങനെയാന്ന് കമന്റ് ചെയ്യണേ. ഇനി എടുക്കരുത് കേട്ടോ മുത്തൂസ്. ഈ ട്രിപ്പിൽ ലാസ്റ്റ്. അങ്ങനെ പറ്റില്ല. സെക്കൻഡ് ട്രിപ്പ് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇട്ടപ്പം തന്നെ മറക്കരുത്. ഇട്ട് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഒന്ന് മറിച്ച് കൊടുക്കുക ഫ്രണ്ട്സ്. അതിന്റെ ഇടയിൽ മുത്തൂസ് കൂടുതൽ തലക്കറി കൂട്ടി ഇവിടെ ചോറ് കഴിക്കാൻ കേട്ടോ. കൂടുതൽ തലക്കറി വെച്ചു അപ്പോഴേക്കും അമ്മ. അപ്പൊ അത് കൂട്ടി മുത്തൂസ് ഇവിടെ ചോറ് കഴിക്കാണ്. അതിന്റെ ഇടയിൽ ഇവിടെ ഇരുന്ന് മുത്തൂസ് ചോറ് കഴിക്കുന്നതിന്റെ രഹസ്യം എന്താന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ ഈ വറക്കുന്നതിന് കുറച്ചടിച്ച് മാറ്റാന്ന് വെച്ചിട്ടാണ്. അതോടേക്കില്ലല്ലോ. അപ്പൊ മുത്തൂസ് കറി കഴിക്കാണ്. നെക്സ്റ്റ് ട്രിപ്പും തയ്യാറായിട്ടുണ്ട്. അടുത്ത ട്രിപ്പും ആയിട്ടുണ്ട് കേട്ടോ. ഇത് വാരി എടുക്കാറായി. ഒരു പീസ് വേണ്ട. മുത്തൂസ് ഊണ് കഴിഞ്ഞ് എണീറ്റാ. ഫ്രണ്ട്സ്, എല്ലാം മീനും വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനച്ചാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അപ്പൊ അച്ചാറിടല് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അതിനായി മീൻ വറുത്ത വെളിച്ചെണ്ണയിൽ 1 കപ്പ് വെളിച്ചെണ്ണ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലെ കരടൊക്കെ കളഞ്ഞ് എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം, 1/2 ടീസ്പൂൺ ഉലുവ ഇടാം. പൊട്ടട്ടങ്ങൾ കടുക് പൊട്ടുമ്പോ മുത്തൂസ് ഇങ്ങനെ നിൽക്കട്ടെ. വെട്ടി വെക്കാൻ നിൽക്കുന്ന പോലെ മുത്തൂസ്. കൂട്ടപ്പൊഴിച്ചൽ സാമ്പിൾ വെടിക്കട്ട്. ഇനിയിൽ എന്തെങ്കിലും പറയൂ. ഇതിൽ സാധനങ്ങളിലാണ് എന്റെ കൈ തരിക്കുന്നു. ഇനി ഇതിലേക്ക് 1 കപ്പ് ഇഞ്ചി അരിഞ്ഞത് ഇടാം. ഇളക്കത്. ഇനി ഇതിലേക്ക് 1 കപ്പിന് മേലുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇടാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. സെന്റർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ വെളുത്തുള്ളി എത്രയായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിൽ കിടന്ന വെളുത്തുള്ളി ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മീനിലെ അച്ചാറിലൊക്കെ ഉള്ള വെളുത്തുള്ളി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. മുത്തൂസിന് വെളുത്തുള്ളി ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് വെളുത്തുള്ളി നല്ല ഇഷ്ടമാണ്. നല്ലോണം മിക്സ് ചെയ്യാം. വെളുത്തുള്ളി അച്ചാർ അയക്കുന്നു. അത് കാരണം ഞാൻ ശരിക്കും 1 കപ്പ് വെളുത്തുള്ളി ഇട്ടാൽ മതി. ഞാൻ ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട്. 1.25 കപ്പൊക്കെ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇത് ഇനി പച്ചമുളക് ഇടാം. പച്ചമുളകും നല്ലോണം ഇടുന്നുണ്ട്. പച്ചമുളക് കടിക്കുമ്പോ നല്ല ടേസ്റ്റ്. കാരണം അല്ലെങ്കിൽ ഒത്തിരി എരിവ് കൂടി നിൽക്കണം കേട്ടോ മീനച്ചാറില്. അല്ലെങ്കിൽ മുത്തൂസ് വാരിക്കൊണ്ട് കഴിക്കും. അത് ശരിക്കും പറഞ്ഞാൽ അച്ചാർ ഒരു ടച്ചിങ്സിനാണ് അല്ലേ. പക്ഷെ ഇഷ്ടമില്ലാത്ത കറി, ഒട്ടും ഇഷ്ടമില്ലാത്ത കറിയാണെങ്കിൽ ഇതൊന്ന് ടച്ച് ചെയ്ത് ആ കറി നമ്മൾ കഴിച്ചു പോകും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഇതിലേക്ക് ഇനി 3 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം. 1 ടേബിൾ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയും അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത പരിപാടി
പരിപാടിയാണ് ഫ്രണ്ട്സ് ഈ ഇളക്കല്. അത് കഴിഞ്ഞിട്ട് നല്ല സുഖം തോന്നുമ്പോട്ടാൽ തുടയ്ക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ അമ്മ നമ്മൾ ചമ്മി കൊടുക്കും. എന്തായി മുത്ത ഇല്ലല്ലേ മുത്തൂസ് ക്ഷീണിച്ചിരിപ്പായിട്ടോ. അയ്യോ ഇളക്കുന്ന ദൗത്യം അമ്മയ്ക്ക് കൈമാറിയിരിക്കുന്നു മുത്തു. ഫ്രണ്ട്സ് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയി വരുന്നുണ്ട്. ഇതിലെ ഇഞ്ചിയും പച്ചമുളകും നന്നായി മൊരിയണം കേട്ടോ. വെളുത്തുള്ളി മൊരിയണ്ട, പക്ഷെ ഇഞ്ചിയും പച്ചമുളകും നന്നായി മൊരിയണം, അല്ലെങ്കിൽ അച്ചാറ് വേഗം കേടാവും. 2 സെക്കൻഡും കൂടി കഴിയണം ഇഞ്ചി ആവാനായിട്ട്, ഇഞ്ചിയും പച്ചമുളകും മൊരിയാനായിട്ട്. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മൊരിഞ്ഞ് റെഡി ആയിട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിൽ മുളക് പൊടി ഇടാനായിട്ട്, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഫ്ലെയിം ഓഫ് ചെയ്ത് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ ടീസ്പൂൺ മുളക് പൊടി ഇടാം കേട്ടോ. 3 ടേബിൾ ടീസ്പൂൺ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ആ നല്ല തിളച്ച വെളിച്ചെണ്ണയല്ലേ അതിൽ കിടന്ന് മുളകൊന്ന് മൊരിയട്ടെ കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. അപ്പോൾ നല്ല കളർ ഉണ്ടാവും അച്ചാറിന്. നല്ലോണം മിക്സ് ചെയ്യാം. ചോറ് കപ്പ് ഒഴിക്കും. 1.5 കപ്പ് വിനാഗിരി ഒഴിക്കാം കേട്ടോ. 1.5 കപ്പ് വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പ് നോക്കാം. വിനാഗിരി ഒഴിക്കുമ്പോൾ ഉപ്പ് ഇത്തിരി കുറയും. വിനാഗിരി ഒഴിച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ ടീസ്പൂൺ കൂടി ഉപ്പിടാട്ടോ. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്യാം. മുത്തൂസ് ഇവിടെ ഇങ്ങനെ വായല് വെള്ളം ഇങ്ങനെ വരുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിപ്പോഴേക്കും അമ്മ വന്നു കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും. ഉപ്പുണ്ടാവും നോക്കാം മുത്തൂസ് എപ്പോഴേ റെഡി. അത് നോക്ക് തൊട്ട് ഉപ്പുണ്ടോ നോക്കി നീ കഴിക്കാവോ? എനിക്ക് ഉപ്പുണ്ടാവാൻ അറിയില്ല. ഒരു പീസ് ഒരു പീസ്. ഇതാണ് നമ്മുടെ മീനച്ചാറ്. മുത്തൂസ് ഇവിടെ ഇങ്ങനെ ഒരു പീസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ചൊറുക്ക നന്നായി ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊരു കുഴമ്പൻ രീതിയിലാവും അച്ചാറ്. ചൊറുക്കൊക്കെ എണ്ണയൊക്കെ മീൻ വലിച്ചെടുക്കും. മീനച്ചാറിന് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ചൊറുക്കും എണ്ണയൊക്കെ മീൻ വലിച്ചെടുത്തത് കുഴമ്പൻ രൂപത്തിലാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാ? അതെ, മീനില് ചൊറുക്കേര പുളി വിനാഗിരിയുടെ പുളിയൊക്കെ പിടിച്ച് ഇതിനേലും ഏറെ ടേസ്റ്റില്. ഇപ്പോൾ തന്നെ പാകത്തിനാ അതെ പോയി മീനച്ചാറായ കാരണം ഒഴിക്കുന്ന ചൊറുക്ക കാണുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ മീനച്ചാറ് റെഡിയായി. മുത്തൂസ് കൊറേ നാളായി പറയുന്നു മീനച്ചാറിട്. മുത്തൂസ് എവിടെന്നോ കഴിച്ചിട്ട് എന്ന് പറയാൻ കേട്ടോ അമ്മ മീനച്ചാറിടുന്ന്. ഇപ്പൊ അത് സക്സസ് ആയിരിക്കുകയാണ്. സക്സസ് ആയി, ഇട്ടതും സക്സസ് ആയി. ഇത്രയും സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല കേട്ടോ ഫ്രണ്ട്സ്. അടിപൊളിയാണ്. മുത്തൂസ് അങ്ങനെ മീനച്ചാറ് ലാസ്റ്റ് ഫൈനൽ വീണ്ടും എടുത്ത് കഴിച്ചു നോക്കാണ് കേട്ടോ. അടിപൊളിയാ. ഒന്നും പറയാനില്ല അല്ലെ. ഇത്രയും സക്സസ് ആയില്ലേ. ഇതിലൊരു കഷ്ണം മതിയില്ല മുത്തൂസ, കൊറേ ചോറുണ്ണാൻ. മുത്തൂസിന് കൂടുതൽ കഷ്ണം വേണ്ടി വരും. അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.